ഹായ് ഖൽബേളെ, ഇന്ന് നമുക്ക് പുതിയങ്ങാടി യാഹുനങ്ങൾ മഖാമിലെ നേർച്ചയും അവിടുത്തെ കാഴ്ചകളും കണ്ടാലോ. ജനുവരി 5, 6, 7 തീയതികളിലാണ് നേർച്ച ആരംഭിക്കുന്നത്. ഈ കൊടിയുയർത്തുന്നതോട് കൂടിയിട്ട് ഇതിന്റെ ആരംഭം കുറിക്കും. നേർച്ചയായാലും ഉത്സവമായാലും അതെല്ലാം നമ്മുടെ സാധാരണക്കാരുടെ ജീവിതം കൂടിയാണ്. ഇതെല്ലാം നേർച്ചമുറ്റത്തെ കാഴ്ചകളാണ്. ജീവിതത്തെ പലതരത്തിൽ കാണുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. ഈ നിൽക്കുന്ന പോലീസുകാർ എന്തിനാണ് കൂടി നിൽക്കുന്നത് എനിക്കറിയാം. ഒരുപാട് പേരെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്തത് മാത്രം. ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു നേർച്ച എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ ഒരുപാട് പേരുടെ ഒത്തുചേരൽ കൂടിയാണ്. അവിടെ മതത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ ഒന്നും വേലിക്കെട്ടുകളില്ല. ഒരുപാട് മനുഷ്യരുടെ ഉപജീവനത്തിനുള്ള മാർഗം കൂടിയാണ് നാട്ടിലെ ഓരോ ആഘോഷങ്ങൾ. കയ്യിൽ വാച്ചല്ലാത്ത മറ്റു ആഭരണങ്ങളൊന്നും ധരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത എനിക്ക് പക്ഷെ കുപ്പികളെ കണ്ടാൽ എന്തോ ഒരു വല്ലാത്ത ഇഷ്ടവും ആകർഷണമാണ്. ഈ ചേച്ചീൻ്റെ കൈയിൻ്റെ അളവെടുക്കുകയാണ് കേട്ടോ. പച്ച കുപ്പിവള ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പക്ഷെ അത് കൊള്ളാത്തതുകൊണ്ട് ഞാൻ ചുവപ്പ് കുപ്പികളെ മാറ്റിയിട്ടുണ്ട്. പോണ വഴിക്ക് ആനനെ കണ്ടില്ല, പക്ഷെ ആനപ്പിണ്ടം കണ്ട്. അതേപോലെ നമ്മൾ റിഷ്ടബോളിൻ്റെ കരിമ്പിൻ ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും അതുപോലെ തന്നെ കടല വറുത്തത്. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് വിളക്ക് കത്തിച്ചിട്ട് പച്ചക്കറി എന്തെല്ലോ വെക്കുന്നുണ്ട്. ഇത് വേറൊന്നുമല്ല, മൈലാഞ്ചിയാണ് കേട്ടോ. പച്ച മൈലാഞ്ചി ഉണ്ട്, ചുവപ്പ് മൈലാഞ്ചി ഉണ്ട്. ഞാനും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. അത് വഴിയെ കാണാം നമുക്ക്. പിന്നെ ഫാൻസി ഏതെടുത്താലും 20, 30 എല്ലായിടത്തും എല്ലായ്പ്പോഴും കാണുന്ന ഉത്സവ പറമ്പുകളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഭാഗ്യം പരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. സോപ്പ്, ചീർപ്പ്, അങ്ങനെ എന്തൊക്കെയോ ഈ മനുഷ്യന് എന്തോ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആഹ്ലാദമാണ്. അതേപോലെ കുറേ ആൾക്കാർ ഇപ്പോഴും ഇതിന് വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാത്ത കാഴ്ച. റോഡരികിൽ കണ്ട മറ്റൊരു കാഴ്ച. ഇതിനെ സന്തോഷം എന്ന് വിളിക്കണോ, കൗതുകം എന്ന് വിളിക്കണോ, സങ്കടം എന്ന് വിളിക്കണോ എന്നറിയില്ല. റോഡരികിൽ നമ്മുടെ കൈ നോക്കാൻ വേണ്ടി മാടി വിളിക്കുന്ന അമ്മമാർ. കുറച്ച് ദൂരം നടന്നപ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് തണ്ണിമത്ത വെള്ളം കുടിച്ചതാണ് കേട്ടോ. 20 രൂപ. ഇത് നമ്മൾ കാണുന്ന യന്ത്രൂഞ്ഞാല്. പഴയ ആ പൊലിവൊന്നും ഇപ്പം ഇല്ല. കാണാനും കയറാനും ഒക്കെ ആൾക്കാർ വളരെ കുറവാണ്. ഇത് നമ്മൾ നേരത്തെ നോക്കി പോയിട്ടുള്ള മൈലാഞ്ചിയാണ്. പച്ച കളറുണ്ട്, ചുവപ്പ് കളറുണ്ട്. ഏത് ബംഗാളി പയ്യനാണെന്ന് തോന്നുന്നു. എന്തെല്ലാം തരം ടെക്നോളജിയാണില്ല. ഞാൻ പച്ച കളറാണ് ഉപയോഗിച്ചത് കേട്ടോ. ഞാൻ ഈ ബന്ധം കണ്ട പെരിച്ചായനെ പോലെ നടക്കുന്നത് സ്ക്രിപ്റ്റഡ് ആണ് കേട്ടോ. ഒരു സംശയം വേണ്ട. ആൾക്കൂട്ടത്തിൽ തനിച്ച് നടക്കുന്നത് അതിന് വേറൊരു ഫീൽ തന്നെ ഉണ്ട്. അത്തറ് മുടക്കുന്ന റോഡ് സൈഡ്, കസ്റ്റമേഴ്സിന് കാത്തിരിക്കുന്ന കച്ചവടക്കാർ, ചട്ടി, അങ്ങനെ കുറേ ആൾക്കാർ. നിയമങ്ങൾ കർശനമായത് കൊണ്ടാണോ എന്നറിയില്ല, റോഡിലൊക്കെ തിരക്ക് വളരെ കുറവാണ്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് പുതിയങ്ങാടിയിലെ നേർച്ചേൻ്റെ ആ ഒരു സമയത്തുള്ള തെരുവോരം എന്ന് പറയുന്നത്. മുൻപൊക്കെ തിങ്ങിക്കൂടിയ ജനമായിരുന്നു. ഇപ്പോൾ താരതമ്യേന വളരെ കുറവാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണത്തിന് രുചി അറിയാന്ന് പറയുന്ന ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഞാനൊരു ഗ്രീൻ പീസ് സെറ്റാക്കിട്ടോ. ആ കൂടെ തന്നെ വീട്ടിലേക്ക് 2 പൊതിയും പാർസൽ വാങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ ജിലേബി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാത്രം കഴിച്ചാൽ പോരാ, നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ വീട്ടിലുള്ളവരും അറിയണ്ടേ. വീട്ടിലെല്ലാവരും ഒന്നും ഇതിന് വന്നിട്ടുണ്ടാവില്ലല്ലോ. വലിയൊരു ആനക്കമ്പക്കാരി അല്ലെങ്കിലും ഇത്രയും നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് ഒരു ആനനെ കാണാതെ പോകേണ്ടി വരുമോ എന്ന് സംശയിച്ച് നിന്നപ്പം 1 അല്ല 2 അല്ല 3 ആനനെ കണ്ടത്. ഇത് പോലീസ് മാമൻ കേട്ടോ. എല്ലായിടത്തും ഉണ്ട് പോലീസുകാർ. ഇത് നമ്മുടെ പുല്ലൂർ എന്നുള്ള വരവാണ് കേട്ടോ. നേരത്തെ കണ്ടത് പുല്ലൂരത്തെ വരവാണ്. 3 ആനകളായിരുന്നു ഉണ്ടായത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങളുടെ നാട്ടിലൂടെയൊക്കെ പോത്തന്നൂരത്തെ തൂവക്കാട്ടിലേക്ക് വരവൊക്കെ പോകുമായിരുന്നു. ഇപ്പം എന്തോ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിടവേളയ്ക്ക് ശേഷം ഇന്ന് ആദ്യമായിട്ട് വീണ്ടും ഒരു വരവ് കൊണ്ട് തൂവക്കാട്ടത്തെ വരവാണ്. നല്ല ഘോഷമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒറ്റൊരാണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ അത് കുട്ടികളും വലിയവരൊക്കെ നല്ല തിമിർത്താടിയിട്ടാണ് വരുന്നത്. ഒരുപാട് നീട്ടിപ്പരത്തി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ക്ഷമിക്കണം കേട്ടോ. നട്ടപ്പാതിരായിക്കാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. ഉറക്കച്ചടവുണ്ട്, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂലേ.